അമ്മ അവിടെ ഇരിക്കണ്ടോ? ഇങ്ങനൊരു ഇരിപ്പ് ഇവിടെ പതിവില്ലാത്തതാണല്ലോ. എന്തു പറ്റി? ഏയ് ഒന്നുമില്ലടി, ഞാൻ നിന്നെ കാത്തോടെ ഇരുന്നതാ. ഓ, എന്നെ കാത്തിരിക്കായിരുന്നു. അപ്പം എൻ്റെ അമ്മക്കുട്ടിക്ക് എന്നോട് എന്തോ ഒന്ന് പറയാനുണ്ടല്ലോ. എനിക്കെന്ത് പറയാൻ? എനിക്കൊന്നും പറയാനൊന്നുമില്ല. അത് വെറുതെ. ഇവിടെ എന്തോ ഒന്നുണ്ടായിട്ടുണ്ട്. ഇനി അമ്മയും അച്ഛൻ പാടെ വല്ല അടി ഉണ്ടാക്കിയോ? അവക്കാണെങ്കിൽ ഇപ്പം ഇത്തിരി കൂടുതലാ. അവളെ ഞാനൊന്ന് കാണുന്നുണ്ട്. അയ്യോ, ഇവിടെ ഒരു പ്രശ്നവുമില്ല. നീയായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാണ്ടെന്നാൽ മതി. അല്ലേ, ഇതെന്തൊരു കഷ്ടം നോക്കണേ. എനിക്ക് എൻ്റെ മോർണിംഗ് കാത്തൊന്നും ഇവിടെ ഇരിക്കാൻ പറ്റില്ലേ? അവൾ വലിയ CBI ചമയാൻ വന്നിരിക്കുന്നു. വേഗം പോയി കുളിച്ചിട്ട് പാടി. വേഗം വന്നില്ലെങ്കിൽ നിനക്കിന്ന് ഫുഡില്ല, പറഞ്ഞേക്കാം. ഓ, എനിക്ക് എന്തിൻ്റെ കേടേനു? എൻ്റെ കാര്യം നോക്കി അങ്ങ് പോയാൽ മതിയേനു. എന്തൊരു കഷ്ടാപ്പത്. ഞാനിപ്പോൾ ഏതാട്ടുക? എനിക്കാണെങ്കിൽ ഒരു നല്ല ഡ്രസ്സ് പോലും ഇല്ലല്ലോ കർത്താവെ ഇടാൻ. ഓ, ഇവളെ കൊണ്ട് അവരുടെ ചവിട്ടാന്നുണ്ടല്ലോ, നീ അപ്പുറത്തെ പറമ്പ് പോയി കിടക്കും. ഇതൊക്കെ പിന്നെ എന്തിത്താടി? ഇത്രയും ഡ്രസ്സ് ഉണ്ടായിട്ട് നീ, ഞാൻ പറയുന്നില്ല, ഇത് പോരായിട്ട് അപ്പുറത്തെ ഷെൽഫിൽ ഇനി കുറേ ഉണ്ട്. ഇതൊന്നും പറ്റൂലെങ്കിൽ പിന്നെ നീ ഉടുക്കാണ്ട വന്നോ, അതാ നല്ലത്. ഉടുക്കാണ്ട വരാൻ നിന്റെ പെണ്ണുമ്പളയോട് പോയി പറയടാ. അല്ല പിന്നെ അവൻ ആ സൈഡിൽ കുന്ന് ഫോൺ തൊണ്ണും പോരാ. എന്നാൽ നീ കാണിച്ചാലോ ഡ്രസ്സ്? അല്ലേ, നിനക്ക് പലതും പറയാലോ. നിനക്കൊരു ജീൻസും ഷർട്ടും ഇട്ടാൽ മാത്രം മതിയല്ലോ. അതേപോലെ എനിക്ക് അത്യാവശ്യം ഗ്ലാമറൊക്കെ ഉള്ളതാ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഡ്രസ്സ് എനിക്ക് വേണം. ഇതൊന്നും മനസ്സിലാത്തൊരു മാങ്ങാത്തലയെ. ഓ പിന്നെ ഗ്ലാമറേ, ആ മുഖം കണ്ടേച്ചാലും മതി. പിന്നെ നിന്റെ ഡ്രസ്സിൻ്റെ കാര്യം അത് ഞാൻ സെലക്ട് ചെയ്തോളാം. മോളിപ്പോൾ പോയിട്ടൊരു കാഷ്വൽ ഡ്രസ്സ് എടുത്തിട്ട് അതാ നിന്നോട് ഇടാൻ പറഞ്ഞത്. അല്ലാണ്ട് അവൻ്റെ കൂടെ പോകുന്നതിന് ഈ പാർട്ടി വെയർ ഇട്ടിട്ടല്ല പോകുന്നത്. അപ്പോൾ തന്നെ അവന് സംശയം തോന്നില്ലേ പെണ്ണെ? ഇങ്ങനെയൊരു കവിത, ഇതൊക്കെ എങ്ങനെയാണോ എൻ്റെ കൂടെ തന്നെ അങ്ങ് പോകുന്നത്? എന്താണ് എൻ്റെ മുഖത്തിന് കുഴപ്പം? എന്നോട് മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ അവനോട് എല്ലാ പ്ലാനും ഞാൻ പറഞ്ഞോട് തോക്കാ കൊളാക്കും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ഓ എൻ്റെ കർത്താവേ, ഈ കുരിശനെ കൊണ്ട് അവളുമാരോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇതിനൊന്നും കളിക്ക് കൂട്ടാൻ നിൽക്കണ്ടെന്ന്. ഇതിപ്പോൾ പാരയാവല്ലോ. എൻ്റെ പൊന്ന് ജെൻസേ, ഞാൻ വെറുതെ പറഞ്ഞതാ. നീ ഒന്ന് പോയിട്ട് റെഡി ആയിട്ട് വാ. ഇങ്ങനെ നല്ല രീതിക്ക് പറ, അപ്പോൾ എനിക്ക് മനസ്സിലാവും. കേട്ടോടാ? എന്നാലേ ഞാൻ പോയിട്ട് ഡ്രസ്സ് മാറി വരാം. അപ്പോഴേക്ക് നീ എനിക്കുള്ള പാർട്ടി വെയർ സെലക്ട് ചെയ്ത് വെക്ക്. ഇവളെ കൊണ്ട് ഇവളെ എൻ്റെ കൈ കൊണ്ട. ഓ, ഇത് കിട്ടണില്ലല്ലോ. ഓ, മോളെ സൂക്ഷിച്ച് ആൻറ്റി എടുത്തരാം. അവിടെ നിൽക്ക്, ആക്രാന്തം കാണിക്കാൻ പറ്റില്ലേ? എന്നാ കഴിച്ചോ, ചൂടുണ്ട്. ഇനി അത് വായക്ക് വെച്ച് പൊള്ളിക്കണ്ട. ഇവളെന്താ ഈ നേരത്തെ ഇവിടെ? അയ്യോ, എൻ്റെ ഫുഡല്ലേ അവൾക്ക് ആ തള്ളെടുത്ത് കൊടുത്ത്. ഓ എൻ്റെ ആൻറ്റി, ഇതാണ് ഫുഡ്. ആൻറ്റിൻ്റെ ഫുഡ് ഓർത്ത് മാത്രമാണ് ഞാൻ വീട്ടിൽ നിന്ന് കഴിക്കാണ്ടിങ്ങ് വന്നേ. അതറിയോ? നീ ഇങ്ങനെ എന്നെ പൊക്കി നടന്നോ? നിന്റെ മമ്മി ഇതൊന്നും കേൾക്കണ്ട. പിന്നെ അങ്ങോട്ട് നിന്റെ ഫുഡിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. ഡീ, നീ എന്ത് തരത്തിലടി എൻ്റെ ഫുഡ് എടുത്ത് തിന്നുന്നത്? വന്നോ തമ്പുരാൻ? അല്ല, ഇത് നിന്റെ ഫുഡാന്നൊക്കെ പറയാൻ ഇതിന് നിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടോ? എൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും എനിക്ക് ഉണ്ടക്കണച്ചിയേ. അമ്മ ആരോട് വെച്ചിട്ടാ എൻ്റെ ഫുഡ് ഇവൾക്ക് എടുത്ത് കൊടുത്ത്? ഞാനെന്തെങ്കിലും പറഞ്ഞാലേ ഏറിപ്പോവും. നിന്നെ ഞാൻ എത്ര ഇടം വിളിച്ചു, നീ വന്നില്ലല്ലോ. ഇനി നീ കഴിക്കണ്ട. അല്ലേ, അവനെ എഴുന്നള്ളിപ്പിച്ചാലേ അവൻ താഴത്തേക്ക് ഇറങ്ങുള്ളൂ. മോള് കഴിക്കി. ഇനി നീ ഇവിടുന്ന് എൻ്റെ ഒച്ചയും ബഹളം ഉണ്ടാക്കി അവളെ വെറുപ്പിക്കാൻ നിന്നാ ചവിട്ടി ആ തോട്ട് കൊണ്ടു ഞാൻ പറഞ്ഞേക്കാം. ഓ, ഈ തള്ള എന്നെ തന്നെയാണോ പ്രസവിച്ചത്? അല്ലെങ്കിൽ അവിടെയോ? ഉള്ള ഫുഡും പോയി കിട്ടി. ഇനി ഓർഡർ ചെയ്ത് എപ്പോൾ കിട്ടാനാ? തിന്നുന്ന വേണ്ടിയിട്ട് ഉണ്ടക്കണ്ണച്ചി. മോൻ ഈ ഫുഡ് നോക്കി വെള്ളമിറക്കിയിട്ട് ഒരു കാര്യമില്ല. ഞാൻ തരൂല. അതുകൊണ്ട് അപ്പുറത്തേക്കിട്ട് മാറി കുത്തിരിക്കേ. എടി പെണ്ണെ, നീ നിർത്തിക്കോ. അതാ എനിക്ക് നല്ലത്. അല്ല, നീ ഇപ്പം എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് മനുഷ്യൻ്റെ എല്ലാ സമാധാനം കളയാനായിട്ട്? ഒന്ന് ലീവ് എടുത്ത് ഇവിടെ ഇരിക്കാത്ത സമ്മതിക്കൂല. അപ്പയ്ക്ക് വലിഞ്ഞു കയറി വരും. ഓ, മോനിവിടെ ലീവ് എടുത്ത് കുത്തിരിക്കാന്ന് ഞാൻ അറിഞ്ഞില്ല. പിന്നെ വന്നത് ഞാൻ ജെയ്സൻ്റെ കൂടെ പുറത്തിറങ്ങിയതായിരുന്നു. അവനിപ്പോൾ ഏതോ ഫ്രണ്ട് വിളിച്ചെന്ന് പറഞ്ഞു പോയി. പിന്നെ ഇവിടെ ഇറക്കിയിട്ടെന്നു. എനിക്ക് നിൻ്റെ കാർ എന്തായാലും ഒന്ന് വേണമായിരുന്നു. നിൻ്റെ ബൈക്കായാലും മതി. എന്തെങ്കിലും ഒന്ന് വേണം. എനിക്കൊന്ന് ഷോപ്പിങ്ങിനൊക്കെ പോകാനുള്ളതാ. ചില്ലറ ആഗ്രഹങ്ങളൊന്നുമല്ലല്ലോ എൻ്റെ മോൾക്ക്. അതും എൻ്റെ വണ്ടിയെ വേറെ ആർക്ക് കൊടുത്താലും നിനക്ക് തരില്ല.
എൻ്റെ പൊന്നു മോള് ഷോപ്പിങ്ങിനൊക്കെ വല്ല ടാക്സിയും വിളിച്ചു പോയിക്കോ. നിനക്ക് എന്താടാ, നിനക്ക് അറിഞ്ഞൂടെ എനിക്ക് ടാക്സി പോകുന്നത് ഇഷ്ടമല്ലാന്ന്? അതൊന്ന് കുറച്ച് നേരത്തേക്ക് തന്നാൽ മതി. നിന്റെ വണ്ടിയും കൊണ്ട് ഞാൻ നാട് വിടാനൊന്നും പോകുന്നില്ല അല്ലേ? മോൾ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ വണ്ടി ഞാൻ നിനക്ക് ഓടിക്കാൻ തരൂല. എന്നാ നീ എൻ്റെ കൂടെ പോര്, അപ്പം നിനക്ക് ഓടിക്കാമല്ലോ നിന്റെ വണ്ടി. ഞാൻ ഓടിക്കുന്നില്ല, പ്രോബ്ലം സോൾവ് ആയില്ലേ? അയ്യടാ മനമേ, ഞാൻ നിന്നെ ഡ്രൈവറായിട്ട് വരണം എന്നാണോ നീ പറയുന്നത്? ഇതൊന്നും നടക്കുന്ന കേസല്ല മോളെ. മോള് തൽക്കാലം ഇത് തിന്ന് ഇവിടെ കുത്തിരുന്നോ? ഓ എൻ്റെ കർത്താവേ, ഈ മാങ്ങാത്താതേൻ്റെ അന്ത്യം എൻ്റെ കൈ കൊണ്ടാ. ഇവനൊക്കെ എങ്ങനെയാണ് ഡോക്ടറായി? എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? എൻ്റെ ക്ഷമയെ പരീക്ഷിക്കാത്തേണ്ടി. നീ ഇപ്പം എന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ വണ്ടി കിട്ടിയിട്ട് മോൾ ഇവിടുന്ന് പോകുന്നു സ്വപ്നത്തെ പോലും വിചാരിക്കണ്ട. ചെറുക്ക, അവളാ വണ്ടിയല്ലേ നിന്നോട് ചോദിച്ചുള്ളൂ, അതൊന്നും എനിക്ക് കൊടുത്താലേ. ആദ്യത്തെ നീ കൊടുത്തില്ലെങ്കിൽ നീ പിന്നെ ആ വണ്ടി എടുത്ത് പുറത്തിറങ്ങണേ ഞാൻ കാണട്ടെ, അപ്പൊ കാണിച്ചു തരാം. അമ്മ എന്തറിഞ്ഞിട്ടോ അവൾക്ക് ഈ വണ്ടി കൊടുക്കണം എന്ന് പറയണത്? ഒന്നാമത് ഈ പെണ്ണിന് ശ്രദ്ധയില്ല. ഇവളെ വണ്ടീൻ്റെ അവസ്ഥ അമ്മയ്ക്ക് അറിയൂ. എന്നും അത് വർക്ക്ഷോപ്പില്ല. ഇവളെ വീട്ടിൽ കയറാൻ പോലും ആ വണ്ടിക്ക് നേരമില്ല. എന്നിട്ടാണ് നിന്റെ വണ്ടിയും കൂടി കൊടുത്തിട്ട്. എന്റെ മാതാവേ, എന്തൊരു തള്ള! എന്റെ ആന്റി ഇവൻ പറയുന്നൊന്നും വിശ്വസിക്കല്ലേ. അത് എന്തെങ്കിലും കൊല്ലത്തെ കളികൾ തട്ടിയാൽ വർക്ക്ഷോപ്പ് പോയി കിടക്കുന്നതിന് അവനത് എന്നും പറയുന്നത്. ഇവനെയൊക്കെ ഉണ്ടല്ലോ. ഓ, രണ്ടും ഞാനും തുടങ്ങല്ലേ. നിനക്ക് അവൾ ഓടിക്കുന്നതിനല്ലേ പ്രശ്നമുള്ളൂ. നീ അവളെ കൂടെ പോയിക്കോ എന്നാലേ, അതാകുമ്പോൾ പിന്നെ പ്രശ്നം തീർന്നില്ലേ? എന്തായാലും നിന്നെ പറഞ്ഞേക്കാൻ നിൽക്കേ. അടുക്കളയിൽ കുറച്ച് സാധനം വാങ്ങാണ്ട്. എന്തായാലും നീയും കൂടി പോയിക്കോ അവളെ കൂടെ. എന്തായാലും നിങ്ങൾക്ക് രണ്ടാക്കും ഒരു കൂട്ടായില്ലേ? ഞാൻ ലിസ്റ്റ് തരാം, നീയും കൂടി പോയിക്കോ. അതാ നന്നാവുക. ഈ തള്ള മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കൂല. ഓ, എന്നെ കളിയാക്കി ചിരിക്കുകയല്ലേ? കാണിച്ചു തരടി ഉണ്ടക്കണ്ണി നിനക്ക് ഞാൻ. തമ്പുരാട്ടിക്ക് പോവാനായെങ്കിൽ നമുക്കങ്ങ് പോവേനു. അവിടെ കുത്തൊന്ന് കിണിച്ചോണ്ടിരിക്കുകയോ? എന്നാ ആൻറ്റി, ഞാൻ പോയച്ച് വരാം. ബൈ. മോളെ, പോയിട്ട് വാ. ഓ എൻ്റെ ദൈവമേ, ഇനി പോണ വഴിക്കൊന്നും അടി ഉണ്ടാക്കാണ്ടെന്നാ മതിയേനു. ഈ പിള്ളേരെ കൊണ്ട് ചില്ലറടങ്ങേറൊന്നുമല്ല. അയ്യോ, എൻ്റെ പാല്. അമ്മേ, ഏട്ടൻ പോയോ? നീ വന്നോ? സാധനം കിട്ടിയടി. അവലിപ്പം അങ്ങ് പോയിട്ടേ ഉള്ളൂ. ജെൻസ കഷ്ടപ്പെടൽ ഒന്നും പറയണ്ട. ഇവിടെ നടന്ന യുദ്ധക്കളത്തിൻ്റെ കാര്യമൊന്നും. അല്ല, അനു എപ്പോഴാണ് വരിക? പിന്നെ ഞാൻ പുറത്തൊന്ന് പോവുക. എനിക്കൊന്ന് പുറത്ത് പോയിട്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പം അവളും കൂടി വന്നിട്ട് ഫുഡ് അടുക്കളയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിച്ചോളണം. അല്ല, അമ്മ നേരത്തെ വരില്ലേ? ഞാൻ നേരത്തെ വരും. ഞാൻ ചെറിയമ്മേൻ്റെ വീട്ടിൽ പോവുക. ചെറിയമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞാലേ, അപ്പം ഒന്ന് അവിടെ പോയി വരട്ടെ. ഇപ്പം പോയാലേ അവിടെ നേരത്തെ ഇറങ്ങാൻ പറ്റും. പിന്നെ ഒരു കാര്യം, ചെയ്യണ ഡെക്കറേഷനൊക്കെ വേഗം തന്നെ ചെയ്തോ. അവൻ്റെ സ്വഭാവം അറിയാലോ. രണ്ടും പാടെ അവിടെ ഇവിടെയും തല്ലും കൂടിയിട്ട് നിൽക്കുകയാണെങ്കിൽ അവൻ അവളെ അവിടെ ഇവിടെ ഇറക്കിയിട്ടിങ്ങ് പോരും. അപ്പോൾ പിന്നെ എല്ലാം പ്ലാനും അങ്ങ് ഫെയിലാവും. ആദ്യമേ പറഞ്ഞേക്കാം. എൻ്റെ സ്വഭാവം അറിയുന്നതുകൊണ്ട് പറയാം. അപ്പോൾ ചെയ്യേണ്ടതൊക്കെ വേഗം ചെയ്തോ. അല്ല, അനു വീട്ടിൽ നിന്ന് ഇറങ്ങിയോ? അമ്മ, അവള് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വേഗം തുടങ്ങും. അവള് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എത്താൽ മതി. എന്നാ ശരി, വാതിലടച്ചാള്. ഞാൻ പോയിട്ട് വരാം. ഓ എൻ്റെ ദൈവമേ, ഒരു ബസ് പോലും പോകുന്നില്ലല്ലോ. ഇനി എപ്പോൾ എത്താനാ അവിടെ? കണ്ടിട്ട് അവളേതോ പരിപാടിക്ക് പോകുന്ന പോലെ ഉണ്ട്. കയ്യിൽ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. പരിപാടി? പിന്നെ നീ ഇങ്ങ് പോരും. അവള് പറക്കാൻ പറ്റുന്നിടത്തോളം പറക്കട്ടെ. അവക്കറിയില്ലല്ലോ അവളെ ചെറുക്കിന് അത്ര ആയുസില്ലാന്ന്. എന്നാ ഞാൻ അങ്ങോട്ട് വരാം. എന്നാ ശരി. എടാ, ഞാൻ നിനക്കൊരു കാറിൻ്റെ പിക്ക് അയച്ചിട്ടുണ്ട്. അത് ആരുടേതാണെന്നൊക്കെ വേഗം കണ്ടുപിടിച്ചത് പറഞ്ഞതാ. എന്നാ ശരി. അല്ല, എൻ്റെ കൊച്ചോടൊറ്റയ്ക്ക് ഒന്ന് കഷ്ടപ്പെടാൻ തോന്നല്ലോ. ഒന്ന് പോയി നോക്കട്ടെ. റേഞ്ചും ഇല്ലാത്തൊരു പട്ടിക്കാടാണല്ലോ ദൈവമേ ഇത്. ഹായ് ചെല്ലാം. ഈ സാധനം എവിടെ പോയാലും ഉണ്ടല്ലോ. ഇന്നത്തെ ദിവസത്തിന്റെ കാര്യം തീരുമാനമായി. അല്ല, എൻ്റെ അണ്ണാകുഞ്ഞ് എങ്ങോട്ട് പോകാൻ നിൽക്കാം? വല്ല പരിപാടിയുണ്ടോ? സാധനമൊക്കെ കയ്യിലുണ്ടല്ലോ. പക്ഷെ അത് തൊട്ട് കേട് വരുത്തല്ലേ. എനിക്കിന്നൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, അതിന് പോകാൻ നിൽക്കാം. പക്ഷെ ഒരു ബസ്സും കാണുന്നില്ല.
എന്തിനാ അപ്പോൾ കുത്തുനിന്ന് കിണിക്കുന്നേ? ഏയ് ഒന്നുമില്ല. അല്ല, നീ അപ്പോൾ ഒന്നും അറിഞ്ഞില്ലേ ഇന്ന് ബസ് സമരാന്നുള്ള കാര്യമൊന്നും? ബസ് സമരോ? ഇന്നോ? എന്നിട്ട് ഞാൻ എവിടെയും കേട്ടിട്ടൊന്നുമില്ലല്ലോ. അത് നീ ചിലപ്പം കേൾക്കാണ്ടാവും. എന്നാലും ഞാൻ അറിയേണ്ടതാണല്ലോ. അവരിതൊക്കെ നേരത്തെ പറയല്ലോ. നിനക്ക് ഞാൻ പറഞ്ഞ വിശ്വാസമല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ചേട്ടന്മാരോട് പോയി ചോദിച്ചു നോക്ക്, അവര് പറഞ്ഞുതരും. എന്നാ തനിക്ക് നേരത്തെ വന്ന് പറഞ്ഞോളൂ, ഇന്ന് ബസ് സമരം. ഞാൻ എത്ര നേരം ഇവിടെ നിൽക്കുന്നറിയോ? അല്ല അത് ഇനിയിപ്പോൾ ഞാൻ എന്തോ ചെയ്യും? ഷേടാ, അതിനല്ലേ ഞാനുള്ളേ, ഞാൻ കൊണ്ടാക്കി തരാം. എവിടേക്കാന്ന് പറഞ്ഞാൽ മതി. അത് ശരിയാണല്ലോ. താൻ എന്തായാലും വന്നല്ലേ, ഇനി എന്നെ കൊണ്ടാക്കി പോയാൽ മതി. സത്യമായിട്ടും നീ എൻ്റെ കൂടെ വരുവാണോ? ഞാൻ വിചാരിച്ചു നീ എന്നെ വല്ല ചീത്തയും വിളിച്ച് വല്ല ടാക്സിക്കാരെ കൂടെ പോകുന്നു. എനിക്കിപ്പോൾ തീരെ സമയമില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ടാക്സിയൊക്കെ വിളിച്ച് പോയേനെ. താൻ എന്നെ ചോദ്യം ചെയ്യാണ്ട് വല്ല വണ്ടി എടുക്കുമോ? അല്ല, എവിടേക്കാ കൊണ്ടാക്കണ്ടെന്ന് പറഞ്ഞില്ല. ആരെ ബർത്ത്ഡേയാ? അത് ഇന്ന് ആദ്യേട്ടൻ്റെ ബർത്ത്ഡേയാ. അപ്പോൾ അങ്ങോട്ടേക്ക് പോവേനു. ആദ്യേട്ടനോ? ഏതാദി? അതറിവിൻ്റെ അവൻ്റെ ബർത്ത്ഡേ ഇന്നേനു. ഇന്നാ ബർത്ത്ഡേ. അപ്പം കുറച്ച് സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്. അത് ഒരുക്കാൻ വേണ്ടി പോവാ. അല്ല, നിങ്ങളെ വിളിച്ചില്ലേ? ഓ അങ്ങനെ. എന്നെ ആൻറ്റി അങ്കിളും പിന്നെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അവൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ പോകുന്നില്ല എന്നാണ് വിചാരിച്ചത്. ഇപ്പം താൻ പോകുന്നോണ്ട് ഞാൻ വരാം വേണമെങ്കിൽ. ഓ പണ്ടാരം, ചോദിക്കണ്ടില്ലേ? മിണ്ടാണ്ട് കുത്തിരുന്നാൽ മതിയായിരുന്നു. വെയിറ്റ്, പോയതൊരു ബസ്സല്ലേ? ആണോ? ഞാൻ കണ്ടില്ല. താൻ കാണൂല. താനോട് ഒന്ന് പറഞ്ഞേ ഇന്ന് ബസ് സമരാന്ന്. ഞാൻ പറയണ വിശ്വസിക്കാൻ നിൽക്കണോ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ഞാൻ പറയുന്ന വിശ്വാസം അല്ലെങ്കിൽ അപ്പുറത്തെ ഏട്ടന്മാരോട് ചോദിക്കാൻ വേണ്ടി. ഇപ്പം ഇങ്ങനെയായോ? ഓ, നിങ്ങളെപ്പോലൊരു നുണയെ ഞാൻ ജീവിതത്തിൽ കണ്ടില്ല. എന്തോ നോക്കണേ. അതുകൊണ്ട് എന്താ എൻ്റെ കൂടെ വരാൻ പറ്റിയില്ലേ? ബസ്സിലാണെങ്കിൽ തിക്കും തിരക്കൊക്കെ എപ്പോൾ അവിടെ എത്താനാ? ഇതാകുമ്പോൾ വേഗത്തും ചെയ്യും, കുഴങ്ങുമില്ല. ഓ അതെ, ഇനി മേലെ ഞാൻ നിങ്ങളെ വിശ്വസിക്കൂല. ഇങ്ങനെയുണ്ടോ കള്ളന്മാർ? ഓ എൻ്റെ പെണ്ണെ, ഇനി അതിന് നീ കടിച്ചു കയറാൻ വരില്ലേ? ഞാൻ കള്ളം പറഞ്ഞു, അതിന് സോറി. ഞാനങ്ങനെ പറഞ്ഞത് നീ എൻ്റെ കൂടെ വരികയാണെങ്കിൽ വന്നോട്ടെ വെച്ചിട്ടാ, അല്ലാണ്ട് മോശമായിട്ട് ഞാൻ ചിന്തിച്ചിട്ടൊന്നുമല്ല. അവളെപ്പോഴാ വരിക? അയ്യോ, സാറ വിളിച്ചാക്കട്ടെ. അയാളെപ്പോഴാണ് ഇനി വരിക? അവള് വന്നോ? ഓ, നിങ്ങളെ കയറി വാ. അതെന്താ, നീ വേറെ ആരും പ്രതീക്ഷിച്ചോ? ഞാൻ എൻ്റെ കള്ളക്കാമുകൻ എന്നെ പ്രതീക്ഷിച്ച് കുത്തിരിക്കല്ലായിരുന്നു. ഞാൻ അനുവെന്ന് വിചാരിച്ചേ. അല്ല, അവള് വന്നില്ലേ അപ്പോ? ഇല്ല, നേരത്തെ വിളിച്ചപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്നാ പറഞ്ഞേ. നീ മാത്രമേ ഉള്ളൂ ഇവിടെ? ആൻറ്റി ഇവിടെ പോയി? അമ്മ പുറത്ത് പോയതാ. എന്താ എനിക്കിടത്തേക്ക് ഇരിക്കാൻ പറ്റില്ലേ? ഞാൻ വലിയ കുട്ടിയാ, ചെറിയ കുട്ടിയൊന്നുമല്ല പണ്ടത്തെ പോലെ. എവിടെ? കാണാനില്ലല്ലോ. എന്നിട്ട് താൻ പോടോ, തനിക്ക് എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവോ? ഓ, വെറുതെ കച്ചറക്കായിട്ട് നിൽക്കണ്ട. ഇടഞ്ഞതാ ഞാൻ, അറിയാലോ. പിന്നെ ഒന്നില്ലേലും 3 കൊല്ലം നിന്നെയൊക്കെ പഠിപ്പിച്ചെടുത്തല്ലേ? ഓഹോ, നിങ്ങൾ പഠിപ്പിച്ചെന്നുള്ള ഒറ്റ പ്രശ്നമേ എനിക്കുള്ളൂ. വേറെ ഒരു പ്രശ്നം എനിക്ക് കാണാനില്ല. അല്ലെങ്കിലും നീ ഇതൊക്കെ തന്നെ പറയുള്ളൂ എന്ന് എനിക്കറിയടി. പിന്നെ ഞാനങ്ങ് ക്ഷമിച്ചു വിടും. നിന്നെയും മൃഗങ്ങളെയൊക്കെ പഠിപ്പിക്കുന്നത് ഒരു കണക്കാ, ഒന്നും മനസ്സിലാവില്ലല്ലോ. നീ പോടാർന്ന്. പോടാന്നോ? ഞാൻ നിന്നേക്കാൾ എത്ര മൂത്തതാടി? നിന്നോട് ഞാൻ പല വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ എടാ പോടാ ഒന്ന് വിളിക്കാൻ നിൽക്കരുതെന്ന്. ഇനി ഞാൻ വിളിക്കും. അല്ലെങ്കിലും എനിക്കറിയാം നിങ്ങൾ മൂത്ത് നിറച്ചിടക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഒരു പക്വതയൊന്നും ഞാൻ കാണുന്നില്ലല്ലോ നിങ്ങളിൽ. അയ്യോ, എന്നിട്ട് എൻ്റെ പൊന്നുമോൾക്ക് നല്ല പക്വതയാണല്ലോ. ഒന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് നീ. ആടോ, എനിക്ക് തന്നെക്കാളും പക്വതുണ്ട്. പിന്നെ തന്നെ പോലെ മണ്ടൻ കാണാൻ പറ്റുമോ? മണ്ട നിന്റെ മറ്റവ അല്ല. അയ്യോ, അത് വേണ്ട. നിന്റെ കൊച്ചനാടി മണ്ടൻ. അയ്യോ, എനിക്കതിന് കൊച്ചനില്ലല്ലോ. അപ്പൊ താൻ തന്നെയാ മണ്ടൻ. എന്നാ നീ ഭൂലോകം മണ്ടത്തിയടി. ഓ, അവൾ
അവൾ വന്നോ? വന്നിട്ട് തരാടോ തനിക്കുള്ളൂ. പിന്നെ വേഗം പോയി വായല്ലോ നോക്കടി. എന്തോന്നാളി ഇവിടെ? എന്തൊരു വെച്ചാ പുറമെ വരെ കേൾക്കാലോ. അയ്യോ സാറ് അല്ല സാറെപ്പത്തി. അതൊന്നും പറയണ്ട, ഇങ്ങേര് വന്നതിൻ്റെ ബഹള. കുറച്ച് നേരമായി ഇന്നെ ചൊറിയാൻ തുടങ്ങിയിട്ട്. ഓ ഇപ്പം എൻ്റെ തലേക്കിട്. ഞാനാ? ഓ ഇനി അതിൻ്റെ പേരിൽ തുടങ്ങണ്ട. കോളേജ് കഴിഞ്ഞപ്പോൾ ഞാൻ അടി കാണേണ്ടി വരില്ലാന്ന്. പിന്നെ അതായപ്പോൾ ഇവിടുന്ന് ഇവിടെ ഒന്നും തുടങ്ങിയില്ലേ? ഞാൻ വിചാരിച്ചു നിങ്ങളൊക്കെ പകുതി എത്തിയിട്ടുണ്ടാവുമെന്ന്. ഇനി സമയം കളയാനൊന്നുമില്ല, വാ നമുക്ക് തുടങ്ങാം. ആ അല്ല, ഞാനൊരു കാറ് കയറുന്ന സൗണ്ട് കേട്ടല്ലോ. ഇവിടേക്കുള്ളതേനോ? നീ അതിലാണോ വന്നേ? ആ അത് എന്നെ ആൾ കൊണ്ടായി തന്നതാ അവിടെ വരെ. ഏതയാള്? ഞാൻ വിചാരിച്ചത് തന്നെയാണോ നീ വിചാരിച്ചേ? സത്യമായിട്ടും നീ മൂപ്പരെ കാറിൽ കയറിയോ? അതെന്താ അയാളെ കാറിൽ കയറി എനിക്കെന്തേ പറ്റുമോ? ആ ബെസ്റ്റ്, ഈ ചോദ്യം ഞാനും മൂപ്പരും പടത്രയും നാൾ ചോദിച്ചിനി. എന്തായാലും ഇപ്പം അവിടെ കയറിയായുള്ള കാര്യങ്ങൾ. എന്താ ഇവിടെ നടക്കുന്നേ? ഒന്ന് തെളിച്ചു പറ. ഇവിടെ ഫോഗാ നടക്കുന്നേ അല്ലേ? എല്ലു അറിയണം നിങ്ങൾക്ക്? എടി കണ്ണമ്പൂച്ചേ, നീ മിണ്ടാതിരുന്നോ? അനു നീ പറ, നീ ആരാ കൂടെ വന്നേ? അയ്യോ പെട്ടു, ഇയാളോട് ഞാൻ എന്ത് പറയും? അത് ഞാനേ. നീ എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത്? ഞാൻ പറയാം. ഇവളെ നിങ്ങളെ ഇച്ചായൻ്റെ കൂടെ ഇവിടെ വരെ വന്ന്. ഏത് ചായൻ? നിങ്ങൾക്ക് എത്ര ഇച്ചായന്മാരുണ്ട് മനുഷ്യ? ആ കൊന്നല്ലേ ഉള്ളൂ, അപ്പം അതിൻ്റെ കൂടെ തന്നെ. അങ്ങേരെ കൂടിയോ? അല്ല, ഇവളെന്തിനാ അങ്ങേരെ കൂടെ കൊണ്ടുവരുന്നേ? ഇവളും അയാളും കൂടെ എന്താ ബന്ധം? എൻ്റെ പൊന്നു സാറ്, ഞങ്ങൾ വലിയ ബന്ധമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് പുറത്തുനിന്ന് കാണലുണ്ട്, അപ്പോൾ സംസാരിക്കലുണ്ട്. ഇന്ന് പുറത്തുനിന്ന് കണ്ടപ്പം ഇവിടേക്കാന്നും കൂടി പറഞ്ഞപ്പം കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പം കയറിയതാ, വേറൊന്നുമില്ല. തെണ്ടി കോൺസെറടി പട്ടി നിന്നെ ഞാൻ. എന്നാലും അവിടെ ഒരെന്നാലും ഇല്ല. നമുക്കിതൊക്കെ സെറ്റാക്കണ്ടേ? വേഗം തീർക്കണ്ടേ? വേഗം വാ, പണിപ്പ് തുടങ്ങിയാലേ അപ്പം തീരുള്ളൂ. ആ നടക്കുന്നാലും. അയ്യോ എൻ്റെ പൊന്നുമോളെ, ഞാൻ അവിടെ ആരെ കാത്തിക്കുക? നടക്കടി മുമ്പോട്ട്, നിന്നെ ഞാൻ കാണിച്ചു തരട്ടോ. അതിന് ഞാനെന്ത് ചെയ്ത്? നിന്റെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ? ഇതോടുകൂടി ഒക്കെ അവസാനിപ്പിച്ചോളണം. ഇതും കൂടി കൂട്ടുകയാണെങ്കിലേ ഇതിപ്പോൾ 4ാമത്തെ മാളിലാണ് നമ്മൾ കയറുന്നത്. ഇനി എന്നെ കൊണ്ട് വയ്യ. അല്ലേ, ഇനി എന്തെങ്കിലുമൊക്കെ വാങ്ങണം എന്ന് പറഞ്ഞാൽ ഇവിടെ കുത്തിരുന്നോ? ഞാൻ പോവും ഇട്ടിട്ട്. അത് ഞാൻ അന്വേഷിക്കുന്നത് അവിടെ ഇല്ലായിട്ടല്ലേ. പിന്നെ നീ എന്നെ വല്ലാണ്ട് ഭീഷണിപ്പെടുത്താൻ വരല്ലേ. എന്നെ അവിടെ ഇറക്കിയിട്ട് പോയാൽ ഞാൻ അപ്പം തന്നെ ആൻറ്റീനെ വിളിക്കും. ഓ പിന്നെ നിന്റെ ഒരു ആൻറ്റി, ആ ആൻറ്റി എന്നെ മൂക്ക് പിടിച്ച് കയറ്റുമല്ലോ. ഒന്ന് പൊടി അവിടുന്ന്. ഐഷ്, ഇത് ആൻറ്റി കേൾക്കണമായിരുന്നു. അപ്പം അറിയായിരുന്നു നിന്നെ മൂക്കിലാണോ വായക്കൂടിയാണോ പിടിച്ച് കയറ്റാൻ പോകുന്നതെന്ന്. ഓ ആയിക്കോട്ടെ. എൻ്റെ പൊന്നു മോളി വാചകം അടിക്കാണ്ടൊന്നും നടക്കുമോ? എനിക്ക് ആ ഹൈപ്പർ മാർക്കറ്റിലും കൂടി കയറാനുള്ളതാ. നിനക്ക് വേണ്ട സാധനം ഇവിടെ നിന്ന് വാങ്ങിയാൽ പോരെ? അതൊന്നും ഇനി അതാരാ? ഹായ്. ആ പൂജ, നീയായിരുന്നോ? ഓ ഈ മരഭൂതയുന്നു. യെസ് മാം. അല്ല നീ എന്താ ഇവിടെ? ഞാൻ നിന്നെ ഒരു നേരെ പോലെ കണ്ടപ്പോൾ നീയാണെന്ന് മനസ്സിലായപ്പോൾ വിളിച്ചതാ. കുറേ ആയാലോ കണ്ടിട്ട്, അതാ. അല്ല എന്താ സാധനം വാങ്ങാൻ വന്ന? അല്ലാണ്ട് പിന്നെ അവിടെ ചക്ക വറക്കാൻ വരുമോ? ഇവിടെ ഏതാ? ആ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ഇപ്പോൾ ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് നിന്റെ വിളി വന്നേ. അല്ല എങ്ങനെ പോകുന്നു നിന്റെ ലൈഫൊക്കെ? അന്ന് +2 സമയത്ത് കണ്ടതാ, പിന്നെ കണ്ടിട്ടേ ഇല്ല. ഇപ്പം നീ ഇപ്പോൾ ഇവിടുത്തെ നാട്ടിൽ തന്നെയാണോ? അതിനെ പറ്റിയൊന്നും പറയണടാ. എൻ്റെ പണ്ടത്തെ ആ ചോരത്തിളപ്പിൽ ആ +2 ലൈഫ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഹയർ സ്റ്റഡിക്ക് വേണ്ടി UK പോയി. പിന്നെയല്ലേ അറിയുന്നത് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കാണുന്ന പോലെയല്ല അവിടെയുള്ള സാഹചര്യം. പിന്നെ അവിടെ പഠിച്ചു, അവിടെ നിന്നു. ഇപ്പോഴാ ഇവിടെ കേരളത്തിൽ നല്ലൊരു ജോബ് ഓഫർ കിട്ടി. അപ്പോൾ പിന്നെ ഇങ്ങ് പോന്നു, ഇവിടെ സെറ്റിൽ ആവാലോ. അല്ലെങ്കിലും എനിക്ക് ഇവിടെ പറ്റുള്ളൂ. അവിടെ നിന്നും പോയിട്ട് കണ്ടോലെ താഴെ നിൽക്കാമെന്ന് എന്നെ കൊണ്ട് പറ്റില്ല. ആ അത് നീ പറഞ്ഞ ശരിയാ. പുറത്തൊക്കെ നമ്മൾ ഇവിടെ നോക്കുന്ന പോലെ അല്ലല്ലോ അവിടുത്തെ സാഹചര്യം. എന്തായാലും നീ ഇപ്പോൾ ഇവിടെ സെറ്റിലായല്ലോ, അതെന്തായാലും നന്നായി. ഇനിയിപ്പോൾ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാമല്ലോ. അല്ല നീ ഒറ്റയ്ക്കാണോ വന്നേ? ഏയ് ഞാൻ ഒറ്റയ്ക്കല്ലോ, ഞാൻ ഇവിടെ കൂടെ വന്നാ ജെൻസന്റെ. അയ്യോ സോറി ജെൻസ, ഞാൻ നിന്നെ കണ്ടില്ലായിരുന്നു സത്യമായിട്ടും. ഞാൻ ഇവനോട് സംസാരിക്കാൻ തിരക്കില്ലേ, ഞാൻ നിന്നെ ശ്രദ്ധിച്ചില്ല, അതാട്ടോ. പിന്നെ പെട്ടെന്ന് ഇവനെ കണ്ട സന്തോഷത്തിൽ ഞാൻ ചുറ്റുപാട് നോക്കാനും മറന്നുപോയി, അതാട്ടോ നിന്നെ കാണാഞ്ഞേ. ഇവിടെ കണ്ണ് ശരിക്കും കുരുവാണോ? ഞാനിവിടെ പന പോലെ നിൽക്കുന്നത് കാണാൻ മേലെ.
എന്നിട്ട് അവൾ എന്നെ കണ്ടില്ല പോലും. ഇങ്ങനെയുണ്ടോ ഒലിപ്പിക്കൽ? ആ, നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് കണ്ടപ്പോൾ എനിക്ക് നിങ്ങൾ രണ്ടാളും പണ്ടുണ്ടാക്കുന്ന അടിയാണ് ഓർമ്മ വരുന്നത്. ഇപ്പോഴും നിങ്ങൾ അടി തന്നെയാണോ? അടിയോ? അതൊക്കെ ചെറുപ്പത്തിലുള്ള കാര്യങ്ങളല്ലേ. ഞങ്ങളിപ്പോൾ അടി പോയിട്ട് ഒരു വാക്ക് തർക്കം പോലും ഉണ്ടാക്കാറില്ല. സത്യമായിട്ടും നിങ്ങൾ അങ്ങനെയൊക്കെ മാറിയോ? എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് നിങ്ങളെ പിടിച്ചു മാറ്റാൻ വേണ്ടി ക്ലാസ് മുഴുവൻ നിൽക്കുന്നത്. ആ കാര്യം പറഞ്ഞപ്പോഴാ ജെയ്സൺ ഇപ്പം എന്ത് പറയുന്നു? അവനെന്ന് കാണണമെന്നുണ്ടായിരുന്നു. അവനിപ്പോൾ മലയാളം പറയുന്നു. ഇവക്ക് എന്തൊക്കെ അറിയണം? ഇവക്ക് അങ്ങ് പോയിക്കൂടെ? മനുഷ്യനെ സമാധാനം കളയാനായിട്ട് ഓരോന്നും കെട്ടിയെടുത്തോളൂ. അവന് സുഖാടി, അവനിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അവൻ തന്നൊരു പണിയാണ് ഇവിടെയും കൊണ്ട് ഷോപ്പിങ്ങിൽ ഇറങ്ങുന്നത്. അല്ല, നീ ഒറ്റയ്ക്കാണോ വന്നേ? ആടെ ഞാൻ ഒറ്റയ്ക്കാണ് വന്നേ. എൻ്റെ ഷോപ്പ് ചെയ്യാൻ കഴിഞ്ഞു, ഇറങ്ങാൻ നിൽക്കായിരുന്നു. അപ്പോഴാണ് നിന്നെ കണ്ടേ. ഇനിയിപ്പം ടാക്സിക്കാരനെ വിളിച്ചിട്ട് വേണം പോവാൻ. ഓ, നീ ടാക്സിയിലാണോ വന്നേ? ഞാൻ വിചാരിച്ചു നീ സ്വന്തം വണ്ടി വന്നാവുന്നു. അല്ല, നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. പിന്നെ ഒരു കാര്യമുണ്ട്, എനിക്ക് പോകുന്ന വഴിക്ക് നമ്മളെ ഹൈപ്പർ മാർക്കറ്റിലൊന്ന് കയറണമായിരുന്നു. ഒരിത്തിരി സമയം ലാഗ് അടുപ്പിക്കും. അത് കുഴപ്പമില്ലെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്ത് തരാം. ഓ, താങ്ക്സ് ഡാ. ഞാൻ ഇങ്ങനെ ടാക്സിയിലൊക്കെ പോകണല്ലോ എന്ന് ആലോചിച്ച് നിൽക്കുകയായിരുന്നു. എനിക്ക് കുഴപ്പമില്ല. നിനക്ക് പോകേണ്ടതൊക്കെ പോയിട്ട് വന്നോ, എനിക്കതൊന്നും കുഴപ്പമില്ല. എന്തായാലും നിൻ്റെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാമല്ലോ. ഓ, ഇനി അവളെ ഡ്രോപ്പ് ചെയ്യായിട്ടാ? ഇവൻ എന്തിൻ്റെ കേടാ? അടങ്ങിയിരുന്നാൽ പോരെ എവിടെയെങ്കിലും. എന്നാ വാ, നമുക്ക് പോകാം. പോവാം. അല്ല, ഈ സാധനത്തിനൊക്കെ വെയിറ്റ് ഉണ്ടോ? ഞാൻ പിടിക്കണോ രണ്ടെണ്ണം? ഏയ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് അത്ര വലിയ വെയിറ്റ് ഒന്നുമില്ല. എന്നാ ആയിക്കോട്ടെ. അല്ല, എന്തിനും ഒന്നും മറന്നല്ലോ. അതിപ്പോൾ എന്താ അമ്മയെ ജെൻസ ഇവിടെ? എടി, നീ എന്തിനാ അവിടെ നിൽക്കുന്നത്? ഇങ്ങ് വാ, പോവാണ്. അപ്പം അവൻ ഓർമ്മയുണ്ട് ഞാൻ അവൻ്റെ കൂടെ വന്നതെന്ന്. എന്നിട്ട് ആ തെണ്ടി പോയ പോക്ക് നോക്കിയിട്ട് അവളെ കൂടെ. വെയിറ്റ് ഉണ്ടോ? ഞാൻ വേണേ പിടി. ഇവള് എങ്ങോട്ടാ പോകുന്നത്? നീ അത് മൈൻഡ് ചെയ്യണ്ട, വാ പോവാ നമുക്ക്. ഓ, ആ നടത്തം കണ്ടപ്പോഴേ തോന്നി ഇവിടെ വന്ന് നിൽക്കാനുള്ളതാണ്. അല്ലെങ്കിൽ എൻ്റെ കയ്യിലെ ചാവി നമുക്ക് അറിഞ്ഞൂടെ. അല്ല, നീ ഇതെങ്ങോട്ടേക്കാ? നീ ബാക്കിൽ തന്നെ ഇരുന്നാൽ മതി, ഫ്രണ്ടിലൊന്നും വരണ്ട. നേരത്തെ നിന്നോട് ഞാൻ പറഞ്ഞാൽ മതിയാക്കി ഫ്രണ്ടിൽ വന്നിരിക്കാൻ. അപ്പം നീ എന്നോട് എന്താ പറഞ്ഞേ? ഇനി എൻ്റെ മോളെ ബാക്കിൽ തന്നെ ഇരുന്നാൽ മതി. എന്നാൽ ഞാൻ ഫ്രണ്ടിലിരിക്കട്ടെ? എനിക്കിങ്ങനെ ബാക്കിലിരിക്കുന്നത് ഇഷ്ടമല്ല. നീ ഇരുന്നോ, ഞാൻ നിന്റെ കാര്യത്തിൽ പറഞ്ഞു, അവളോട് പറഞ്ഞതാ. തെണ്ടി, ഇതിനുള്ള പണി ഞാൻ തരുന്നുണ്ട്. ഓക്കെ അല്ലേ? എന്നാൽ നമുക്ക് പോവാം. നീ വിട്ടോ. ഓ, അപ്പം അവന് നല്ലപോലെ മിണ്ടാനറിയാം. അതെന്നോടില്ലെന്ന് മാത്രം. അവള് ബാക്കിൽ തന്നെ അല്ലേ? എന്താ ശബ്ദമൊന്നും കേൾക്കാത്തത്? ഓ, പുറത്തേക്ക് തരട്ട് കുത്തിരിക്കായിരുന്നു, വെറുതെ അല്ല. ശരിക്കും അവളൊരു കാട്ടുമ്പോൾ തന്നെയാണ്, അതിൻ്റെ അതേ സ്വഭാവം. എടാ, ഞാൻ പറയുന്ന വല്ല നീ കേൾക്കുന്നുണ്ടോ? അല്ല, നീ എന്താ പറഞ്ഞ? ഞാൻ കേട്ടില്ല. ഓ, അപ്പം ഞാൻ ഇതുവരെ പറഞ്ഞൊന്നും കേട്ടില്ലേ? ഞാൻ ആരോടതൊക്കെ പറയാൻ പോയേ? ഓ, സോറി ഡേ, ഞാൻ പെട്ടെന്ന് വേറെ എന്തൊക്കെയോ ചിന്തയിലേക്ക് പോയതാ. ബെസ്റ്റ്. നല്ല ആളാ വണ്ടി ഓടിക്കുന്നത്. നിന്റെ ശ്രദ്ധ ഇവിടെ നിന്നെല്ലാം തോന്നുന്നല്ലോ. അങ്ങനെയൊന്നുമില്ല, പെട്ടെന്നൊരു കാട്ടുമുയലിനെ പറ്റി ചിന്തിച്ചതാ. മുയലിൻ്റെ കാര്യം പറഞ്ഞപ്പോളാ മുയലിറച്ചി കഴിക്കാൻ തോന്നുന്നു എനിക്ക്. എന്തോന്ന്? മുയലിറച്ചിയോ? മുയലിറച്ചി നീ കഴിച്ചിട്ടില്ലേ? ഇല്ല, ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല. ഞാൻ ആകെ ചിക്കനും ബീഫേ കഴിച്ചുള്ളൂ. ഓ, എന്നാലേ നീ നിർബന്ധമായിട്ടൊന്ന് കഴിച്ചു നോക്കണം മുയലിറച്ചി. അപാര ടേസ്റ്റാടാ. നമ്മളപ്പോൾ ഈ ചിക്കനും ബീഫൊക്കെ ഒന്ന് മാറ്റി വെക്കും. നല്ല ടേസ്റ്റാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഓ, അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടോ ഒരു മുയലിന്? പിന്നെ അല്ല, നീ ഒരു വട്ടം കഴിച്ചാൽ പിന്നെ അത് പിന്നെയും കഴിക്കാൻ തോന്നും. പക്ഷേ ഇവിടെ അത് കിട്ടാൻ ചാൻസ് കുറവാല്ലേ? സാരല്ല, നീയൊന്നും പറഞ്ഞാൽ ഞാൻ വേണേൽ ഒപ്പിച്ചരാം. ഒപ്പിക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല. എൻ്റെ കയ്യിലൊന്നുണ്ട്, അതിനൊന്ന് മെരുക്കിയെടുക്കണം ആദ്യം. എന്നിട്ട് ഞാനൊരു ദിവസം അതിനെ കറി വെച്ച് തിന്നും, നീ നോക്കിക്കോ. ഓ, എന്നെയും കൂടി വിളിക്കണേ. ഞാൻ കറി വെച്ച കഴിച്ചില്ല, പൊള്ളിച്ചതേ കഴിച്ചുള്ളൂ ഇതുവരെ. അതെല്ലാം തരൂല, നിനക്ക് ഞാൻ വേറെ മുയലിനെ വാങ്ങിത്തരാം.
ആ അത് മതി, ഏതെങ്കിലും ഒന്നിനെ കിട്ടിയാൽ മതി എനിക്ക്.